ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ആവേശ പോരാട്ടം. മറുപടി ബാറ്റിംഗിന്റെ ഇന്ത്യക്ക് മികച്ച തുടക്കം. രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇതുവരെ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ന്യൂസിലൻഡിനെതിരെ 252 റൺസ് വിജയലക്ഷ്യവുമായാണ് ഇന്ത്യയുടെ പോരാട്ടം. വിരകളുമായി VS കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, ആവേശകരമായ പോരാട്ടം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ്. എങ്ങനെയാണ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് വിജയത്തിലേക്കെന്ന് തോന്നിപ്പിക്കുന്ന തുടക്കം അത് നൽകാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും കഴിഞ്ഞു എന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം, ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയെന്ന് ഉറപ്പിക്കാവുന്ന ഒരു പ്രകടനമാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി നൽകിയത്. അർദ്ധ സെഞ്ചുറി പിന്നിട്ട് ക്രീസിൽ നിൽക്കുന്നു. അതായത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അവസാന മത്സരമായിരിക്കുമോ, പ്ലെയർ എന്ന നിലയിൽ വിരമിക്കൽ ഉണ്ടാകുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ രോഹിത് ശർമ്മ എന്ന പ്ലെയറെ ഉറ്റുനോക്കുമ്പോൾ ആ മത്സരത്തിൽ സമ്മർദ്ദത്തിനടിപ്പെടാതെ കൃത്യമായി ഇന്ത്യൻ ടീമിന്റെ വിജയത്തിലേക്ക് മികച്ച തുടക്കം നൽകാൻ രോഹിത് ശർമ്മയ്ക്കായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറുവശത്ത് ശുഭ്മാൻ ഗിൽ കരുതലോടെ കളിക്കുന്നുമുണ്ട്. രോഹിത് ശർമ്മ ആക്രമിച്ചു കളിക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ കരുതലോടെ കളിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരും നിലയുറപ്പിച്ച മട്ടിൽ ഇന്ത്യക്ക് മികച്ചൊരു തുടക്കവും നൽകി കഴിഞ്ഞു. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് മികച്ച മുന്നേറ്റം ഇനിയും നടത്തിയാൽ അനായാസം ഇന്ത്യക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി ചൂടാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിരാട് കോഹ്ലി, ഹർദിക് പാണ്ഡ്യ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, അങ്ങനെ ഒരു പിടി ബാറ്റിംഗ് നിര ഇന്ത്യക്ക് ഇനിയും ഉണ്ട് എന്നത് ഈ മികച്ച തുടക്കം വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ 251 എന്ന താരതമ്യേന മികച്ച സ്കോറാണ് ദുബായിലെ പിച്ചിൽ ന്യൂസിലാൻഡ് നേടിയത്. ഒരുപക്ഷെ ഒരു 20 റൺസിന്റെ കുറവ് ഉണ്ടായിരുന്നിരിക്കാം. ആ 20 റൺസിലേക്ക് ടീമിനെ പ്രതിരോധത്തിലേക്ക് വലിച്ചിട്ടത് വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും നേടിയ 2 വീതം വിക്കറ്റുകളാണ്. മാത്രമല്ല മികച്ച രീതിയിൽ സ്പിന്നർമാർ ഇന്ത്യക്ക് വേണ്ടി പന്തെറിയുകയും ചെയ്തു. അക്സർ ആകട്ടെ, രവീന്ദ്ര ജഡേജ ആകട്ടെ, വരുൺ ചക്രവർത്തി ആകട്ടെ, കുൽദീപ് ആകട്ടെ നന്നായി പന്തെറിഞ്ഞ് ന്യൂസിലാൻഡിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഒരുപക്ഷെ ആ 20 റൺസിന്റെ കുറവ് ന്യൂസിലാൻഡിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ടാകാം. അത് തന്നെയാണ് വളരെ ആത്മവിശ്വാസത്തോടെ ഒരു തുടക്കം നൽകാൻ രോഹിത്തിനും ശുഭ്മാൻ ഗില്ലിനും സഹായിച്ചതും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഒരു ആദ്യ ഘട്ടം, മികച്ച തുടക്കത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. രോഹിത് എത്ര കണ്ട് കരുതലോടെ കളിച്ച് ഒരു സെഞ്ചുറി നേടണമെന്ന ആഗ്രഹമുണ്ടാകാം. ഒരുപക്ഷെ കിരീടമുയർത്തുമ്പോൾ ആ മത്സരത്തിലെ ഹീറോ താനായിരിക്കണമെന്ന് നിർബന്ധം രോഹിത്തിനുണ്ടാകാം. ഏതായാലും ഒരുപടി മികച്ച താരങ്ങൾ വരാനിരിക്കെ ഇന്ത്യ ശുഭകരമായ തുടക്കം, അക്കാര്യത്തിൽ തർക്കമില്ല. VS കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.